നമസ്കാരം. പൊളിറ്റിക്കൽ മെല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. രാഷ്ട്രീയ കേരളത്തിൽ ഇന്ന് കത്തി നിൽക്കുന്ന പ്രധാന വിവാദമാണ് EP ജയരാജനും അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനവും. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് EPയും അതോടൊപ്പം തന്നെ DC ബുക്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണങ്ങളും മറ്റ് നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളും CPMൻ്റെ പ്രതികരണവും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരുടെ ഭാഗത്താണ് ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് EP നടത്തിയ പ്രസ്താവനകളും മറ്റ് നേതാക്കൾ നടത്തിയ പ്രസ്താവനകളും നമുക്കൊന്ന് കണ്ടുവരാം. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന CPM നേതാവ് EP ജയരാജൻ പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് EP ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതത്തിൽ പറയുന്നു. തന്റെ ഭാഗം കേൾക്കാതെയാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും EP പറയും. സെക്രട്ടേറിയറ്റിൽ അറിയിച്ചതിനു ശേഷമാണ് സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയത്. എന്നാൽ VS അച്യുതാനന്ദൻ തനിക്കെതിരെ ആയുധമാക്കി. ഡോക്ടർ P സരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിലും അതൃപ്തി. ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി LDFിലും ദോഷമുണ്ടാക്കുമെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വിശദമായ മറുപടി പറയുന്ന പുസ്തകം DC ബുക്സ് ഇന്ന് പുറത്തെത്തി. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, CPMനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആ പുസ്തകത്തിൽ ഇടം പിടിക്കുന്നു. പ്രകാശ് ജാവദേക്കറുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച വിവാദം, പിന്നീട് അതൊരു തെരഞ്ഞെടുപ്പ് ദിനത്തിലെ തുറന്നു പറച്ചിൽ, അങ്ങനെ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കിയെന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുന്ന സാഹചര്യം, അതിനിടയിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പാർട്ടി തെറിപ്പിക്കുന്ന സാഹചര്യം, അതിനൊക്കെ ഇടയിൽ ഇപ്പോൾ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ഈ ദിനത്തിൽ ആ പുസ്തകത്തിലെ വിവരങ്ങൾ പുറത്തു വരുന്നു. അത് എത്രത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലേക്ക് ഈ ഒരു പുസ്തകം പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നിരുന്നാലും EP പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് BJPയുമായി അടുക്കുന്നുവെന്നുള്ള വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ചർച്ചയായിരുന്നു. ആ ഒരു കാര്യത്തിന് അടിവരയിട്ട് താൻ പാർട്ടിക്കാരനായി തന്നെ നിൽക്കും, അല്ലെങ്കിൽ താൻ ഒരു CPM പ്രവർത്തകനാണ്, അല്ലെങ്കിൽ CPM ആണ്, പാർട്ടിക്കാരാണ്, ഇടതുപക്ഷക്കാരാണ്, കമ്മ്യൂണിസ്റ്റാണ്, ആ ഒരു നിലപാടിൽ ജീവിതാവസാനം വരെ ഉറച്ചു നിൽക്കുമെന്ന് പറയുകയാണ് ഈ പുസ്തകത്തിലൂടെ EP പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ബുക്ക് DC ബുക്സാണ് പുറത്തിറക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി EP-യുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കെല്ലാം EP-യുടെ മറുപടി വരുന്നു ഈ പുസ്തകത്തിലൂടെ എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. തുറന്നെഴുതുകയാണ് EP ജയരാജൻ. അതായത് അദ്ദേഹത്തിന് പറയാനുള്ളത്, പാർട്ടിയോടും പൊതുസമൂഹത്തോടും പറയാനുള്ളത് എല്ലാം തന്നെ അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ തുറന്നെഴുതുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പുസ്തകത്തിന്റെ പേര് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നുള്ളൊരു പേരാണ്. അതിന്റെ പുറംചട്ട EMS-നോടൊപ്പം അദ്ദേഹം നിൽക്കുന്ന ഒരു ചിത്രവും കൂടിയാണ്. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാൻ ശ്രമിക്കുകയാണ് EP. അതിൽ തുടർന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹം ഈ വളർന്നു വന്ന രാഷ്ട്രീയത്തിലേക്ക് വന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ് വിശദമായി പറഞ്ഞു പോകുന്നത്. അതിനുശേഷം ആദ്യം പറയുന്ന വിവാദം എന്ന് പറയുന്നത് ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. ദേശാഭിമാനിയുടെ ചുമതലയിലേക്ക് വന്നപ്പോൾ വലിയ വിവാദങ്ങളിലേക്ക് പോയ ഒരു കാര്യമാണ്. സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും പരസ്യം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ആ വിവാദം വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വിവാദ വ്യവസായി VM രാധാകൃഷ്ണനിൽ നിന്നും പരസ്യം പാർട്ടി സമ്മേളനത്തിന്റെ സമയത്ത് വാങ്ങിയതും വലിയ വിവാദമായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം താൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചെയ്തതല്ല, പാർട്ടിയുടെ അനുമതിയോടുകൂടി പാർട്ടി സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്താണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. എന്നാൽ സാന്റിയാഗോ മാർട്ടിന്റെ വിഷയത്തിൽ VS അച്യുതാനന്ദൻ അന്ന് പാർട്ടി വിഭാഗീയതയുടെ മൂർധന്യാവസ്ഥയിലായിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ തനിക്കെതിരെ അതൊരു ആയുധമാക്കിയെന്ന് EP പറഞ്ഞു വെക്കുന്നു. തുടർന്ന് VM രാധാകൃഷ്ണന്റെ പരസ്യം വാങ്ങിയതും ഒപ്പം തന്നെ ദേശാഭിമാനിയുടെ കെട്ടിടം VM രാധാകൃഷ്ണൻ വിറ്റതും അടക്കമുള്ള കാര്യങ്ങളിലും വിശദീകരണമുണ്ട്. അത് തന്റെ അറിവോടെയല്ല, ദേശാഭിമാനിയുടെ മാനേജിംഗ് കമ്മിറ്റിയാണ് അത് തീരുമാനിച്ചത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട BJPയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അടക്കം പറയുന്നത്. പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇൻഡിഗോ യാത്രയുടെ കാര്യം പറയുന്നുണ്ട്. കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വലിയ പ്രയാസമുണ്ടായെന്ന് EP പറയുന്നു. താനില്ലാത്ത സെക്രട്ടേറിയറ്റിലാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. പദവി നഷ്ടപ്പെട്ടു എന്നതിൽ വലിയ പ്രയാസമുണ്ട്. പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. താൻ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, തനിക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്, അതുണ്ടായില്ല, അതിൽ വലിയ ഒരു അതിർത്തിയുണ്ട്. എന്തായാലും അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണെന്ന് EP പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. ഉൾപാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ പറയും. എന്നാൽ ഈ വിഷയം പാർട്ടിയുടെ തീരുമാനം അണികൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടായെന്നും EP പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അത് പുറത്തു വന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം മറ്റ് പല നേതാക്കളെയും, രമേശ് ചെന്നിത്തല, ബിനോയ് വിശ്വം, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരെല്ലാം അദ്ദേഹം ഈ പ്രഭാരിയായിട്ട്, കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായി അന്ന് പറഞ്ഞ പോലെ വാർത്ത ഉണ്ടാക്കി അത് തെരഞ്ഞെടുപ്പിന് രംഗത്ത് തെറ്റായ ധാരണ വരുത്തില്ലേ, എന്നെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്ത ഉണ്ടാക്കി എന്നെയും പാർട്ടിയെ നശിപ്പിക്കാൻ നടപടിയിൽ സ്വീകരിച്ചത്. ഇപ്പൊ ചെയ്തു അതിന്റെ മറ്റു പതിപ്പാണ്. ബോധപൂർവമാണിത്. ഞാൻ കാര്യങ്ങൾ പറയുന്നത് അതിന്റെ ഭാഗമല്ലേ. ഇത് ആസൂത്രിതമായ ഒരു പദ്ധതിയാണ്. എന്താണ് കാര്യം എന്നുള്ളത് പരിശോധിച്ച് പറയാം. അടിയന്തരമായും പോകും. ഞാൻ അതിന്റെ ആളുകൾ വിളിച്ച് പറഞ്ഞു, നിങ്ങളിങ്ങനെ അതിന് പ്രധാനം ഇവിടെ ഇല്ല, അത് വിദേശത്തോട്ടോ ഇല്ലെന്ന് DC നിങ്ങൾ മാതൃകാരി ചോദിച്ചിരിക്കുകയാണ്. ശശിയോട് ചോദിച്ചു, ഞാൻ ആലോചിച്ച് പറയാൻ തുടങ്ങി വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത്? ഞാൻ കൊടുത്തിട്ടില്ല, ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, ഞാൻ ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല, ഇനി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് കുറച്ച് സമയം കിട്ടാത്ത ഞാൻ എഴുതില്ല, ഞാൻ ഓരോ ദിവസം കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഏതായാലും ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുണ്ടെന്ന്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാൻ പ്രസിദ്ധീകരിക്കാം. ആര് കൊടുക്കാൻ? പേപ്പർ കൊടുക്കാൻ. എന്ത് പേപ്പർ കൊടുക്കാൻ? തന്നെയാണ് ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണ് ഞാൻ പറയുന്നത്. ആസൂത്രിതമായത് ഇന്ന് പറഞ്ഞ പത്രക്ക് പ്രകാശനം പോലും അതിപ്പോൾ ഈ മാധ്യമക്കാർ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നു. എന്റെ പുസ്തകം ഇന്ന് പത്രക്ക് പ്രസിദ്ധീകരണം ഞാൻ പറയുന്നത് ഈ പറയുന്നത് തീർച്ചയായും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും. എല്ലാ വിവരങ്ങളും തെറ്റാണ്. ഈ വന്നിരിക്കുന്ന വാർത്തകൾ മുഴുവൻ തെറ്റാണ്. അത് എഴുതി കഴിഞ്ഞ് നിങ്ങൾ ഞാൻ പ്രസിദ്ധീകരിക്കാം അടിയന്തരമായി. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു കാര്യം പറയുന്നത്, പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ട്. അതായത് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരവാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എന്റെ പുസ്തകത്തിന്റെ ഭാഗമായിട്ടല്ല എന്ന് കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ വേണ്ടി ആവശ്യമില്ല ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചാനൽ MP ഗോവിന്ദൻ എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ട് ആരാ പഠിപ്പിച്ചത്?
കൊടുക്കാൻ ഇവിടെ ആരാ പഠിപ്പിക്കും? വെറുതെ ഓരോ കാര്യങ്ങൾ അടിപൊളിയാണ്. എനിക്ക് അതാണ് എന്നോട് പറയാനില്ല, പത്താം തന്നെ പറയാൻ പറ്റില്ല. കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ്, മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിരുന്നത്. അറിയാം, പാർട്ടി തന്നെ പാർട്ടിയാണ്. എല്ലാറ്റിനും ഞാൻ ആദ്യം പറഞ്ഞു. എല്ലാറ്റിൻ്റെയും ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. അതിനപ്പുറം ഒരു കാര്യവും പറയാനില്ല. ഇപ്പോൾ ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ രചന നടത്തുന്നതും ഒക്കെ പാർട്ടിയോട് മുൻകൂർ അനുവാദം വാങ്ങേണ്ടതായിരുന്നു. ജയരാജൻ തന്നെ എഴുതിയില്ലാന്നും ജയരാജൻ തന്നെ ചെയ്യാൻ കൊടുത്തില്ലാന്നും പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ വെറുതെ നിങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക ഉടാലോചനക്ക് ഞങ്ങൾ തന്നെ അഭിപ്രായം പോകുന്നു. നിങ്ങൾ തന്നെ ഉടാലോചന പറയാം, നിങ്ങൾ തന്നെ അതിന് അഭിപ്രായം ചോദിക്കുക, അതിൻ്റെ മറുപടി വാങ്ങുക, എന്നിട്ട് വാർത്ത തിരിക്കുക. ഞങ്ങൾ തരിക, ഞാൻ തരിക. നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് സംശയം തോന്നി. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ജയരാജൻ വിളിക്കണം. നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്തു. വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തീർച്ചയായിട്ടും EP നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ പുറത്തു വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക.